പിസ്സ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഈസിയായി പിസ്സ ഹട്ടിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ പിസ്സ ഉണ്ടാക്കാം. അതുപോലെ പിസ്സ സോസ് ഉണ്ടാക്കുന്ന രീതിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ വീഡിയോ കാണണേ. എന്നാലേ മെഷർമെൻ്റൊക്കെ കറക്റ്റാക്കി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് പിസ്സ ബേസാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഒരു ബൗളിൽ 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇവ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവുകളാണ് ഇതിൽ പറയുന്നത്. അതിനായിട്ട് 2 കപ്പ് മൈദ, സോൾട്ട് 1/2 ടീസ്പൂൺ, സൺഫ്ലവർ ഓയിൽ ഓർ ഒലീവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ. ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് ശരിക്കും പിസ്സയ്ക്ക് യൂസ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ. ഇനി ഇതെല്ലാം ഈ ഈസ്റ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി അളവുകൾ പറയാം. 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഓർ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അതുപോലെ തന്നെ ഒറിഗാനോ പൗഡർ നമുക്ക് പിസ്സയിലൊക്കെ ഉണ്ടാക്കാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സീസണിങ് ആണ്. അപ്പോൾ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇനി നമുക്കിതിലേക്ക് മൈദ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറവുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയെടുക്കുക. പിന്നീട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴയ്ക്കണം. കൗണ്ടർ ടോപ്പിലേക്ക് ലേശം മൈദപ്പൊടി തൂകി മാവ് അതിലേക്ക് ഇട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്തതിന് ശേഷം ആ കുഴച്ച മാവ് സെയിം ബൗളിൽ ലേശം ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിലേക്കിട്ട് അതിന് മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ നനഞ്ഞ കോട്ടൺ തുണി മുകളിലിട്ടോ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതായത് മാവ് ഡബിളായി വരും. അതായത് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതായത് ചൂട് സ്ഥലങ്ങളിലാണെച്ചെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും, അല്ലെങ്കിൽ സമയം കൂടുതലെടുക്കും പൊങ്ങി വരാൻ. ഈ സമയം നമുക്ക് പിസ്സ സോസ് റെഡിയാക്കാം. അതിനായിട്ട് നന്നായി പഴുത്ത തക്കാളി 3 എണ്ണം, 2 സവോള, എരിവുള്ള വറ്റൽമുളക് 5 എണ്ണം. അതുപോലെ വേണമെങ്കിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി വറ്റൽമുളക് ചേർത്താലും മതി. പിന്നെ ഗാർലിക്ക് 10 എണ്ണം. ചെറിയ ഗാർലിക് ആണെങ്കിൽ ഒരു 20 എണ്ണം ചേർക്കണം. അതായത് 1 തുടം വെളുത്തുള്ളി. ഇതെല്ലാം ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് തക്കാളി ഇതുപോലെ വരഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ തൊലി പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ സവാള കട്ട് ചെയ്തെടുക്കുക, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതെല്ലാം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഈ കുക്ക് ചെയ്തതെല്ലാം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് തക്കാളി മാത്രം മാറ്റി അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കുക. പിന്നീട് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ എല്ലാതും കൂടി അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ നന്നായി ഇളക്കുക. കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഒറിഗാനോ പൗഡർ 1 ടീസ്പൂണ് കയ്യിലൊന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഷുഗർ, ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, അതായത് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കുക.
ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. പിന്നെ 1/2 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒറിഗാനോ പൗഡർ 1/2 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 or 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുക്കുക. അപ്പം നല്ല സോസ് പരുവത്തിൽ പിസ്സ സോസ് റെഡിയായി കിട്ടും. ഒരു കാര്യം കൂടി, ടൊമാറ്റോ സോസ് ഓർ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസിൽ പോയി കാണാൻ മറക്കല്ലേ. അപ്പോൾ പിസ്സ സോസ് റെഡിയായി. ഇനി ചൂടാറാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് പിസ്സയിലേക്കുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തെടുക്കാം. 3 കളർ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കൂടെ ഒരു സവോള കട്ട് ചെയ്തതും പിന്നെ ബ്ലാക്ക് ഒലീവ്സും ഗ്രീൻ ഒലീവ്സും ഇതുപോലെ കട്ട് ചെയ്തത് മുഴുവനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ കട്ട് ചെയ്തതും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് മോസറല്ല ചീസാണ്. 200 ഗ്രാമാണ് ഒരു പിസ്സയിലേക്ക് വേണ്ടത്. അപ്പോൾ 2 പിസ്സ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 400 ഗ്രാം വേണം. പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ്. ഇനി പൊങ്ങാൻ വെച്ച മാവ് നമുക്ക് എന്തായി നോക്കാം. 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മാവ് പെട്ടെന്ന് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ 2 മണിക്കൂറൊക്കെ പിടിക്കും. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. 2 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 പിസ്സയ്ക്കുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലൊരു ഭാഗം മാറ്റി മൂടി വയ്ക്കുക. അടുത്ത ഭാഗം എടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. നെക്സ്റ്റ് പിസ്സ ട്രേയിൽ ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുഴച്ച മാവ് അതിൽ വെച്ച് ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി കോല് കൊണ്ട് പരത്തിയിട്ട് ട്രേയിൽ വെച്ച് കൊടുത്താലും മതി. ട്രേയിൽ വെച്ച് കൊടുത്തിട്ട് സൈഡ് ഈ ഷേപ്പിൽ ആക്കിയെടുക്കണം. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായി കുത്തി കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ പിസ്സ സോസ് ചൂടാറിയതിന് ശേഷം ഇതിന് മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് മോസറല്ല ചീസ് 200 ഗ്രാമാണ് ഒരു പിസ്സയ്ക്ക് വേണ്ടത്. അപ്പോൾ 200 ഗ്രാമിൻ്റെ പകുതി, അതായത് 100 ഗ്രാം ആദ്യം ഈ സോസിന് മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. നെക്സ്റ്റ് വെജിറ്റബിൾ കട്ട് ചെയ്തത് ഇതുപോലെ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അതായത് നല്ല കളർഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ക്യാപ്സിക്കം 3 കളറ് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ സവോള, പിന്നെ ഗ്രീൻ ഒലീവ്സ്, ബ്ലാക്ക് ഒലീവ്സ് അതൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മുളക് ഉപ്പിലിട്ടിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും വേണമെങ്കിൽ മുകളിൽ വിതറി കൊടുക്കാം കേട്ടോ. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഒറിഗാനോ ലേശം മുകളിൽ വിതറി കൊടുക്കാം. നെക്സ്റ്റ് 100 ഗ്രാം മോസറല്ല ചീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. 100 ഗ്രാം ആദ്യം ഇട്ടിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള 100 ഗ്രാം ഇട്ട് കൊടുക്കാം. ലാസ്റ്റായി ഒലീവ് ഓയിൽ ഇതിന് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് വയ്ക്കാം. നെക്സ്റ്റ് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് പിസ്സ ട്രേ വെച്ച് കൊടുത്ത് 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ചില ഓവനിൽ ടൈം വ്യത്യാസം വരും. എനിക്ക് 15 മിനിറ്റാണ് കറക്റ്റായിട്ട് പിസ്സ റെഡി ആവാനായിട്ട് സമയമെടുത്തത്. പിസ്സ നല്ല കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പിസ്സ ട്രേയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് പിസ്സ കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ ആ ചീസൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ ഭംഗിയിൽ കിട്ടും. അപ്പോൾ പിസ്സ ഹട്ടിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പിസ്സ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും എഴുതി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.